അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹിതായ സാന്നിധ്യം, ഈ മഹിതായ മജ്‌ലിസ് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സുന്നി സമ്മേളനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഫത്ഹാക്കി, വലിയ അമലാക്കി, പുണ്യകർമ്മമായി അല്ലാഹു നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാവട്ടെ. സാധുമാർക്കും നേതൃത്വം വഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ സാധാരണകൾക്ക് മുഴുവൻ പൂർണ്ണമായ ആഫിയത്ത്, ദീർഘായുസ്സും ദീനിന്റെ ഹിദ്മത്തിനായി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. ഈ സദസ്സിന്റെ ആദ്യശപീഠം അലങ്കരിക്കുന്ന അന്യരായ വാഫ് മുസ്ലിയാർ അവരുകൾ ക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഖിറാഅത്ത് അവതരിപ്പിക്കാൻ വേണ്ടി മുസ്തഫ മുസ്ലിയാർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒന്നരായ താമസം നിർവഹിക്കുകയാണ്. റോഡിന്റെ സൈഡിലുള്ള ആളുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു നിന്നാൽ വണ്ടികൾ ബ്ലോക്കാവുന്നതെന്ന് ഇല്ലാതാക്കാൻ കഴിയും. നല്ലവരായ ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു നിൽക്കാൻ അറിയിക്കുന്നു. നമ്മുടെ വേദിയുടെ ഞാൻ നീണ്ട പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വാക്കും പറഞ്ഞ് കൂടുതൽ ഇരുത്താൻ മറ്റും 10 വർഷങ്ങൾ പ്രായത്തെ ആയാലും പ്രായത്തിലായിട്ട് നമുക്ക് അതിനുള്ള ജീവിതം നൽകട്ടെ. ജീവിതം തയ്യാറാകുന്ന കാലത്ത് അള്ളാഹു തൗഫീഖോടുകൂടി ജീവിപ്പിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഥവാ നമ്മളെന്ന് പറഞ്ഞാൽ കേരളക്കാരായ കേരള മുസ്ലിംകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന പലതരത്തിലുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കേൾവിയും വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അത്തരൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ലാത്തത്. കാരണം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1,24,000 അമ്പിയാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 313 മുർസലുകൾ, ആ മുർസലുകളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഉരുൾ അഗ്നികളായ 5 പേര്, അങ്ങനെയുള്ള 5 പേരുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്തായവരാണ്. തർക്കമില്ലാത്ത നിരക്ക് ലോക മുസ്ലിങ്ങളൊക്കെയും സമ്മതിക്കുന്നവരാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണുകയും അവരുമായിട്ട് ശിഷ്യത്വം കുറെ കൂടുതൽ അംഗീകരിക്കുകയും ചെയ്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ശിഷ്യന്മാരായ തങ്ങളുമായിട്ട് ഒരുപാട് കാലം ഇടകലർന്ന് അവിടുന്ന് ദീൻ പഠിച്ച സഹാബാക്കള നബിയന്മാരിൽ നിന്നുള്ള ഏതാനും ആളുകൾ നമ്മുടെ കേരളത്തിൽ വന്നതായിട്ട് ചരിത്രം തെളിയിക്കുന്നുണ്ട്. അഥവാ അസറബുൽഖൽക്ക് സല്ലല്ലാഹു മാത്രം വഫാത്താകുന്ന കാലത്ത് 1,24,000 സഹാബാക്കൾ എന്ന് നമ്മൾ പറഞ്ഞു. അത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള അവരിൽപ്പെട്ട ഏതാനും ആളുകൾ ഇന്ന് നോക്കിയാൽ നമ്മൾ ജന്നത്തുൽ ബഖീ മദീനയിലുള്ള മഖ്ബറകളുടെ കൂട്ടത്തിൽ വെച്ച് എന്നല്ല ലോകത്തുള്ള എല്ലാ മഖ്ബറകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തായത് ആണ് മദീനയിലുള്ള ജന്നത്തുൽ ബഖീ എന്ന് പറയുന്നത്. അവിടെ കബറടക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഞാൻ ശഫാഅത്ത് ചെയ്യുന്ന റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അങ്ങനെയുള്ള ജന്നത്തുൽ ബഖീയിൽ നമ്മൾ ഇന്ന് നടന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞ 1,00,000 സഹാബാക്കൾ എന്ന് പറഞ്ഞതിൽ നിന്നും വളരെ തുച്ഛം ആളുകളുടെ കബർ മാത്രമേ അവിടെ കാണുന്നു. ബാക്കിയുള്ള ആളുകളുടെ കബറൊന്നുമില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്നൊക്കെ സംഗതി അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തൊന്ന് യാത്ര പറഞ്ഞതോടുകൂടി വഫാത്തായതോടുകൂടി മറ്റുള്ള 1,00,000 സഹാബത്ത് എന്ന് പറയുന്ന തങ്ങളുടെ കാലത്തൊക്കെയും അവരൊക്കെയും മിക്കവാറും അവർ തന്നെയായിരുന്നു തങ്ങളോട് നിന്ന് പഠിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും സംശയത്തിൽ തങ്ങൾക്കായിട്ട് അവർ തന്നെ ചുറ്റും വെച്ചുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഇവരൊക്കെയും അവനവനിക്ക് കിട്ടിയ ദീനം അവനവനിക്ക് കിട്ടിയ ദീനിയായ ഇൽമ മറ്റ് ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന ആരാധനിക്കുന്ന ആളുകൾക്ക് കൈമാറണമെന്ന നിലയ്ക്ക് അവർ നാട് വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് അവിടെ സഹാബാക്കളാണെന്ന കബർ വളരെ തിന്നാൻ കാരണം. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരു 70ഓളം കൃത്യം ഓർക്കുന്നില്ല കുറെ ആളുകൾ ഇവിടെ നമ്മളെ റൂട്ടയ്ക്ക് കോഴിക്കോട്ട് വന്ന് കപ്പലിറങ്ങിയതായിട്ട് ബഹുമാനപ്പെട്ട സിഹാബുദ്ദീൻ ഷാരിയാത്തിയ അനുഭവമുള്ള അവരെ ബദരിയത്തുൽ ഹംദിയയുടെ ഷറഹിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് കാര്യം. അങ്ങനെ അവർ വന്ന് അവിടെ ജീവിച്ചു. വളരെ ഏറ്റവും നല്ല നിരക്ക് മുഴുവൻ ഈ ലോകത്ത് അന്ന് ഒരൊറ്റ മുസ്ലിമുണ്ടല്ലോ. പക്ഷെ അവർ വന്നത് കാലക്കച്ചവടം എന്ന പേരിലാവുന്നത്. കാരണം ദീൻ പ്രചരിപ്പിക്കാനെന്ന് പറയുന്ന ഒരൊറ്റ മുസ്ലിമില്ലാത്ത ഒരു നാട്ടിലേക്ക് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാനെന്ന് വന്നാൽ ഇവിടെയുള്ള ആളുകളെ സപ്പോർട്ട് കിട്ടൂല എന്നല്ല എതിർപ്പുണ്ടാകും എന്ന് പറയുന്നതോടുകൂടി അവർ മാത്രമല്ല അവർക്കുള്ള ജീവിതത്തിന്റെ ഒരു മാർഗമായിട്ട് അവർ കാലക്കച്ചവടം എത്തുകയില്ലേ. അങ്ങനെ വന്ന് കോഴിക്കോട്ട് വന്ന് അവിടെ കുറെ കാലം ജീവിച്ചു. അങ്ങനെ ജീവിച്ചതോടുകൂടി ആളുകളുടെ ശ്രദ്ധ മുഴുവനും അവർ പിടിച്ചു വെച്ചു. എന്തുകൊണ്ട് ഒരു അസാധാരണ മനുഷ്യന്മാർ കളവ് അവരുടെ ജനനത്തിൽ അവർ ജീവിതത്തിൽ പറയുകയില്ല. അതേപോലെ ഒരു മനുഷ്യനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ശറഴ് നിരോധിച്ച കാര്യങ്ങൾ ഒന്നും പ്രവർത്തിക്കുകയും ശറഴ് നിർബന്ധമാക്കിയ ഒരു കാര്യം ഉപേക്ഷിക്കുകയും ചെയ്യാത്ത നിലയ്ക്ക് അവർ ജീവിച്ച് കണ്ടപ്പോൾ 5 വക്ത് നിസ്കാരം അത് ആ കൃത്യസമയത്ത് അവർ ഉച്ചരിക്കുന്നു. അതിൽ എന്തു തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല. ഈ നിലയ്ക്കുള്ള ഒരു കളവ് പറയുന്നില്ല. ഒരു വിഷയത്തിലും അക്രമമോ അനീതിയോ അവർ ചെയ്യുന്നില്ല. ആ നിലയ്ക്ക് ജീവിക്കുന്നതായപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവനും അവർ പിടിച്ചുവെച്ചു. മാത്രമല്ല അന്നിവിടെ ഭരിച്ചിരുന്നത് സാമൂതിരിയാണ് എന്നാണ്, പ്രമോദൻ എന്നാണ് ചില ഭാഗത്തിൽ കാണുന്നത്. സാമൂതിരിയായിരിക്കും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകമായി. ഏതോ അവിടെ അങ്ങനെ അവർ വിളിച്ച് വരുത്തി എന്താണ് ഒരു അസാധാരണ വിചാരണയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രത്യേക ദീനിന്റെ ആളുകളാണ്, മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് മറ്റുള്ള വിഷയത്തിലെ ആ ഭൗതികമില്ല എന്നെല്ലാം പറഞ്ഞ് അവർക്ക് ദീനനെ മനസ്സിലാക്കി കൊടുത്തതോടുകൂടി ഈ ഇദ്ദേഹം ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു പഴയ ദീനൊക്കെ ഉള്ള ആളുകളല്ലേ, അതിന്റെ എതിരുള്ള ഒരാളോടെ ചെല്ലും പറയുമ്പോഴേക്ക് ദീൻ മാറുകയാണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞല്ല, വൃദ്ധമാടിയതല്ല, മാറാൻ പ്രധാന കാരണമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എന്താണ് കാരണം ആ ലോകത്തുള്ള അവരുടെ നേതാക്കളായ അമുസ്ലിം നേതാക്കൾ ഇസ്ലാമിലെ എതിരിലുള്ള ആളുകളൊക്കെയും ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു തെളിവ് കാണിച്ചു തരണം, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ഏൽക്കുകയും ആ സമയത്ത് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രൻ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു. അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ചന്ദ്രൻ പിളരുകയോ? അതെ എന്ന് പറഞ്ഞപ്പോ അതിന് പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. എന്താണ് ഈ ചന്ദ്രൻ പിളരുക എന്ന സംഭവം
വാസ്തവത്തിൽ ഈ പറഞ്ഞ ഭരണാധികാരി ഇത് പഴയ വിറ്റാളാക്കിയ സംഭവത്തിൽപ്പെട്ടതാണ്. അഥവാ ഈ അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ നേതാക്കളും ഭരണാധികാരികളൊക്കെ വിറ്റാളാക്കിയൊക്കെ മതിയുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഇന്ന മാസം ഇത്രാം തീയതി ചന്ദ്രൻ 2 പിളർപ്പായി എന്ന് വിറ്റാളാക്കിയിട്ടുണ്ട്. ആ സംഭവത്തിൽ അവിടെ എത്തിയപ്പോൾ കൂടുതൽ ഇവരെ വിചാരണയിൽ വിശദീകരിച്ച് അന്വേഷിച്ചു. അപ്പോൾ സംഗതികളൊക്കെ പറഞ്ഞപ്പോൾ വിഷയം അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഇവിടെ വിറ്റാളാക്കി വെച്ചവും അത് നോക്കുമ്പോൾ വലിയ മാറ്റമില്ല. ആ നിലയ്ക്കുള്ള പലതരത്തിലുള്ള സംഭവങ്ങളും കാണിച്ചു കൊടുത്ത് അങ്ങനെയുള്ള അവരുടെ നേതൃത്വത്തിലായി ഇവിടെ വന്ന് ഈ സാധാരണ പല ചരിത്രത്തിൽ നമ്മളെ കേൾക്കുന്നതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ നിലയ്ക്കുള്ള ആ സഹാബാക്യമാമനെ നേരിട്ട് കണ്ട് താപീയങ്ങൾ അവരെ താപീയങ്ങളായിക്കൊണ്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമുക്ക് മറ്റുള്ള നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ കേരളക്കാരായ നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പഠന സൗകര്യവും മാത്രമല്ല നമ്മൾക്ക് കൂടുതൽ വിഷയത്തിന്റെ ദൃഢതയും ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഉന്നതമായിട്ട് ഉറച്ചു നിൽക്കുകയും എന്തൊക്കെയോ ഇവിടെ ഏഴിന്റെ മുമ്പത്ത് 73 എന്നൊക്കെ ബുഖാരി വിവാഹിച്ചിട്ടുണ്ടാക്കിയ അതിൽ തന്നെ അസർക്കാർക്ക് സമഭാവനയും തലമാക്കാനോ നമ്മൾക്ക് സൂചന നൽകിയിട്ടുണ്ട്. 73 അങ്ങനെയുള്ള ഒരു കുറ്റവും പിന്നാൽ അത് മുഴുവനും അറിയത്തില്ല. നമ്മളൊക്കെ മരിച്ചവരുടെ മക്കളാണ്. നമ്മൾ വാക്കുമാറുന്നവരില്ല. വാക്കുമാരുണ്ടെങ്കിൽ വാപ്പാണ്ടാക്കില്ല. അതുകൊണ്ടെങ്കിൽ അത് നല്ല വാക്കാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഉമ്മമാരും. അപ്പൊ അതുകൊണ്ട് മരിച്ചവരുടെ മക്കളാണ് നമ്മൾ. കൊണ്ട് മരിച്ചു പോകും. നമ്മളുടെ തലമുറയായിരിക്കും നമ്മളുടെ സന്താനങ്ങളായിരിക്കും ഇവിടെ അടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെയും നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ചെറിയ ഉപദേശം ചെയ്യാൻ വേണ്ടിയിരുന്നു. അഥവാ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് വിവാദത്തുകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വാപ്പമാരുടെ പേരിൽ ഉപ്പാപ്പമാരുടെ പേരിൽ നിങ്ങളുടെ ഉസ്താദന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങൾ ഓടി ദ്വാര ചെയ്തിട്ട് എടുക്കാവൂ എന്നാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. അഥവാ ഈ വാപ്പാരി പാപ്പാരി ഞങ്ങൾ വേറെ ഒന്നും അറിയണ്ട. അടുത്തവനെ എന്റെ പാപ്പമാർക്ക് അവരുടെ പേരിൽ അതുപോലെ തന്നെ എന്റെ ഉസ്താദന്മാരുടെ പേരിൽ അത് ഫാത്തിഹയെന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓടി കൂടുതൽ ഉറണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫാത്തിഹയെങ്കിലും ഓടി നിങ്ങൾക്ക് കിട്ടുന്ന ഭാഷയിൽ അറിയില്ലായാലും വേണ്ടിയില്ല. ഒന്നുമില്ലെങ്കിൽ അള്ളാഹു എല്ലാ ഭാഷയും അറിയുന്നവനാണ്. അടുത്തവരെ ഒന്നും കഴിയാത്ത കാലത്ത് എന്നെ പ്രസവിച്ച ഉമ്മ, എനിക്ക് മുലർന്നു വളർത്തിയ ഉമ്മ, എനിക്ക് എന്റെ ഉമ്മാനെയും എന്നെയും സംരക്ഷിച്ച വാപ്പ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ അവസ്ഥ അവരുടെ അനുവാദങ്ങളുടെ നില അറിയുന്നില്ല. നമ്പുരവനെ പടത്തവനെ അവരവർക്ക് വല്ലതും വന്നുപോയിട്ട് എനിക്ക് പുറത്തു കൊടുക്കണം. അവരെയും ഞങ്ങളെ എന്നെയും എനിക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം എന്ന് അവരിതിന്റെ സവാബ് അവർ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാരും ഇതൊന്നും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളോട് ഉപദേശിച്ച ആളുകൾ അതൊന്നും മറക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമ്മളെല്ലാം ഹക്കാക്കി മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുന്ന സുന്നത്യമായിട്ട് ഉറച്ചു നിന്ന് അവസാനം പെരുമത്തുത്തവയെ നിശ്ചയിച്ച് മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഉസ്താദന്മാരെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നമ്മളെയും മാതാപിതാക്കളെയും നമ്മൾ അതുപോലെയുള്ള തലമുറകൾ എത്രയുണ്ടോ ഇസ്ലാമിൽ